അപ്പോൾ ഇതിനെ നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട്. എന്താണ് നമുക്ക് ഹാക്കർടെക്കിൻ്റെ വെർഷൻ 53 നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം എന്താണ് അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് അപ്ഡേറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ വെർഷൻ മൊത്തത്തിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പം എന്താണ് നമുക്ക് പെട്ടെന്ന് അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇറക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് എടുത്ത് യൂസ് ചെയ്യാനൊക്കെ നോക്കാം, അപ്പോൾ ഫോളോ ചെയ്യുക. പിന്നെ എന്താണ് നമുക്ക് വാട്സപ്പ് നേരെ നോക്കാം. അപ്പം ഒരു അടിപൊളി തീമാണ് ഗൈസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് കുറേ ഫീച്ചേഴ്സ് ഉള്ളൊരു വാട്സപ്പാണ്. അപ്പം എന്താണ് നമുക്ക് ഇവിടെ കാണാൻ ലൈവ് വാൾപേപ്പർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം എന്താണ് വാൾപേപ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് 3 അടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ജസ്റ്റ് അടിയിൽ നമുക്കൊരു പ്ലേ ബട്ടൺ കിടക്കുന്നുണ്ട്. അപ്പം അതിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ എന്താണ് ലൈവ് ആനിമേഷൻ വീഡിയോ വാൾപേപ്പർ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഏതാണ് വേണമെങ്കിൽ നമുക്ക് 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് എടുത്ത് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റിക്കളയാവുന്നതും ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പം എന്താണ് അടിപൊളി വാൾപേപ്പർ കിടപ്പുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ നോർമലായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. മേളിൽ നമുക്ക് ആഡ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ആഡ് അക്കൗണ്ട്, പിന്നെ നമ്മുടെ എന്താണ് എയർപ്ലെയിൻ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ തീം ലൈറ്റ് ഡാർക്ക് തീം ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോസ്റ്റ് മോഡ് എനേബിൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഹോം മോഡ്സ്, കോൺവോ മോഡ്സ്, സോഷ്യൽ മീഡിയ, ബാൻ അൺബാൻ മെത്തേഡ്, വേവ് എഫക്റ്റ്, ടെക്സ്റ്റ് റിപ്പീറ്റർ, MP4 to MP3, 8 ഗെയിംസ്, സെറ്റിംഗ്സ്, പിന്നെ നമ്മുടെ വാട്ടർ ഡ്രോപ്സ്, ലീവ്സ് ഡ്രോപ്സ്, ഫെദർ ഡ്രോപ്പ്, പർപ്പിൾ, ടണ്ടർ, എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് എല്ലാം സൈഡിൽ കാണാൻ കഴിയും. അപ്പം എന്താണ് എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് നിങ്ങളിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ജസ്റ്റ് കാണിച്ചെടുത്തെടുത്ത് നമ്മൾ പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പം എന്താണ് MP2, 3, MP4, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് റിപ്പീറ്റർ, അപ്പം അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നമുക്ക് ഇവിടെ പക്ക വർക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. വേവ് എഫക്റ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാൻ അൺബാൻ മെത്തേഡ് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ എന്താണ് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ്, പ്രൈവസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, നമുക്ക് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇപ്പം ജസ്റ്റ് നെറ്റ് ഓഫ് ആണ് ഗൈസ്. അപ്പം എന്താണ് സോഷ്യൽ മീഡിയ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മേളിൽ തന്നെ ഗൂഗിളും കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് ഗൂഗിൾ ജസ്റ്റ് ഇവിടെ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൈം ഇവിടെ കാണിക്കുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഓട്ടോ റിപ്ലൈ, പിന്നെ മെസ്സേജ് നമ്പർ, മാസ് മെസ്സേജ് സെൻറ്റർ, ന്യൂ ഗ്രൂപ്പ്, സ്റ്റാർട്ട് മെസ്സേജ്, സെറ്റിംഗ്സ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ എന്താണ് നമുക്ക് ഹാക്കർടെക്കിൻ്റെ നമ്മുടെ പ്രൈവസി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതാണ് നമ്മുടെ പ്രൈവസി ഓപ്ഷൻസ്. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ആൻറ്റിവൈറസ് ആൻഡ് എക്സ്ട്രാ ഫീച്ചേഴ്സ്. അപ്പം ആൻറ്റിവൈറസ് ബട്ടൺ നോക്കുകയാണെങ്കിൽ റിമൂവ് ലാഗ്, ഹോം ലാഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡാറ്റ ജം ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഹ്യൂമനൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ആവശ്യമാണെങ്കിൽ അതൊക്കെ ഓണാക്കിയിടുക. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ് വൈറസ്, റിമൂവ് ലാഗ് ഡോക്യുമെൻറ്റ്, പിന്നെ ലൊക്കേഷൻ ക്രാഷ്, റീഡ് മോർ, വെബ് പേജ് വൈറസ്, വെബ് വ്യൂ വൈറസ്, സ്മോൾ ചാറ്റ് വൈറസ്, നോവലോക്ക്, ഇമ്മ്യൂൺ, റിമൂവ് ബോട്ട് ക്രാഷ്, ഫിക്സ് ബഗ് ട്രോളി, പിന്നെ നമ്മുടെ കോളിൻ്റെ ബഗ്, പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബഗ്, പിന്നെ ഡിഫൻസീവ് മോഡ് 2, ആൻറ്റി ബ്ലോക്ക്, ക്രാഷ് SQL. അപ്പം എന്താണ് നമ്മുടെ കുറച്ച് ന്യൂ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ഗ്രൂപ്പ് ക്രിയേഷൻ ഡേറ്റ് ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേക്ക് നമ്പർ നമുക്ക് കൊടുക്കണമെങ്കിൽ അത് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഷോ എഡിറ്റഡ് മെസ്സേജ് ചെയ്ത മെസ്സേജ് കാണിക്കണമെങ്കിൽ അത്, പിന്നെ ആക്റ്റീവ് എന്താണ് ഫംഗ്ഷൻസ്, അപാക്സിയോ, പിന്നെ അങ്ങനത്തെ ഒരു ന്യൂ ഓപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ കിക്ക് കോൾ ഡിമോ, എന്താണ് നമ്മുടെ എക്സിറ്റിലെ അഡ്മിൻ കിക്ക് കോൾ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ സെലക്ട് ഓൾ മെസ്സേജ് ബട്ടൺ അത് വേണമെങ്കിൽ ഇവിടെ ഓണാക്കിയിടാം. പിന്നെ നമ്മുടെ വെരിഫൈറ്റിക്ക് ഫേക്ക് ചാറ്റ് ഇവിടെയാണ് ഗൈസ്. അപ്പം ഫേക്ക് ചാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓണാക്കിയിടാം. പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ സ്പാം സെൻറ്റർ, നമ്മുടെ മൾട്ടിപ്പിൾ 20x സെൻറ്റർ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ കോൺടാക്ട് നെയിം നമുക്ക് വേറെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ബോംബ് ടെക്സ്റ്റ് iOS-ൻ്റെ വേണമെങ്കിൽ അതിവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ 3D എഫക്റ്റ് ഇപ്പം ജസ്റ്റ് അതൊക്കെ ഓൺ ആണെങ്കിൽ എനേബിൾ ചെയ്യുന്ന ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളത് എടുത്ത് ഓണാക്കിയിട്ട് മതി. പിന്നെ നമ്മുടെ എന്താണ് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വോയിസ് മോഡ്, നമുക്ക് 7 തരം വോയിസ് മോഡ് നമുക്ക് ഇവിടെ പക്ക വർക്കിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ അത് ജസ്റ്റ് ഓണാക്കിയിടുക. പിന്നെ നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് സ്നോ എഫക്റ്റ് നമ്മുടെ ഹോമിലും നമ്മുടെ എന്താണ് നമുക്ക് കോൺവെർസേഷൻ സ്ക്രീനിലും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്റ്റ് വ്യൂ എഫക്റ്റ് അത് നമുക്ക് നമ്മുടെ എന്താണ് ഇമോജീസിന്, ഹോം സ്ക്രീനിൻ്റെ ഇതിന്, പിന്നെ നമ്മുടെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാച്ച് Android 10ഉം 11+ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കപ്പ് റിസ്റ്റോർ, ടൈറ്റാനിയം ബാക്കപ്പ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ കോൺടാക്റ്റുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പം നേരെ യൂട്യൂബിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ജസ്റ്റ് ബാക്ക് വരിക. അപ്പം എടുത്താൽ അപ്പം എന്താണ് നമുക്ക് അവിടെ എൻ്റെ കോൺടാക്റ്റുള്ള ഓപ്ഷൻ ഡയറക്റ്റ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഗെയിം ബാക്ക് നമുക്ക് ഇവിടെ തന്നെ ഗെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ഗിഫ് വീഡിയോ ഇൻ ഹോം ബൈ ഹാക്കർടെക് നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പം എനേബിൾ ആയിട്ടാണ് ഡിഫോൾട്ട് ഇടുന്നത്. ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓഫ് ആക്കേണ്ടത്. പിന്നെ നമുക്ക് ഫ്രീസ് ലാസ്റ്റ് ചെയ്യുന്ന വേവ് എഫക്റ്റ് ഇവിടെ നിന്ന് കയറാനുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് എനേബിൾ ആനിമെൻറ്റ് വാൾപേപ്പർ അത് ഇവിടെ എനേബിൾ ആണ്. ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ ഓൺ ആക്കിയിട്ട്. പിന്നെ നമ്മുടെ ആൻറ്റിവൈറസ് ഡിസേബിൾ ഫോർവേഡ് ഗ്രൂപ്പ് മെസ്സേജ് കൗണ്ടർ, ഹു ക്യാൻ കോൾ മീ, കസ്റ്റം പ്രൈവസി, ഹൈഡ് വ്യൂ സ്റ്റാറ്റസ്, ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, ഹൈഡ് റീപോസ്റ്റ് സ്റ്റാറ്റസ്, ഹൈഡ് ഡൗൺലോഡ് സ്റ്റാറ്റസ്, ഷോ എഡിറ്റഡ് മെസ്സേജ്, പിന്നെ നമ്മുടെ ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, ഡിലീറ്റ് ഫോർ എവരിവൺ, ഡിലീറ്റ് മീഡിയ ടൈം, പിന്നെ അൺവ്യൂ ചാറ്റ്, ഷോ ബ്ലൂടിക്ക് ആഫ്റ്റർ റിപ്ലൈ, പിന്നെ നമ്മുടെ കോൺടാക്ട് ഗ്രൂപ്പ് പ്രൈവസികൾ, പിന്നെ നമ്മുടെ നോർമൽ ലോക്കുകൾ, പിന്നെ നമുക്ക് എന്താണ് റീസെറ്റ് പ്രൈവസി, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ. പിന്നെ നമ്മുടെ തീം ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് ഡാർക്ക് മോഡ് ഇവിടെയും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ യൂണിവേഴ്സലിൻ്റെ നമുക്ക് നമ്മുടെ നോർമൽ സെറ്റിംഗ്സ് ആയിട്ടുള്ള കോൺവെർസേഷൻ കാർഡ്,
മൾട്ടി കാർഡ് വേണമെങ്കിൽ ഇവിടെ ഓണാക്കിയിടാം. പിന്നെ ഇൻക്രീസ് ഫോർവേഡ് ലിമിറ്റ്, ഡിസേബിൾ സൈറ്റ് ടു എക്സിറ്റ് കോൺവെർസേഷൻ, എനേബിൾ ഓൾവേസ് ഓൺലൈൻ. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ സെൻഡ് ഇമേജസ് ഇൻ ഫോട്ടോ റെസൊല്യൂഷൻ. പിന്നെ നമുക്ക് അങ്ങനത്തെ നമ്മുടെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻസ്, ആപ്പ് ലാംഗ്വേജ്, നമ്മുടെ ഹെഡ്സപ്പ് നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കളേഴ്സ്, ലുക്ക്, സ്റ്റൈല്, പിന്നെ നമ്മുടെ ഹൈഡ് മീഡിയ ഫാൻ ഗാലറി, പിന്നെ നമുക്ക് ബാക്ക് സ്റ്റോറി ഇവിടെയും കിടപ്പുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ ഹോം എഫക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡറിൻ്റെ സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസിൻ്റെ, പിന്നെ ക്വിക്ക് കോൺടാക്റ്റ് സ്റ്റൈൽസ്, പിന്നെ നോട്ടിഫിക്കേഷൻ ടോസ്റ്റിൻ്റെ എന്താണ് നമുക്ക് ടോസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ നമ്മുടെ എന്താണ് സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ്, പ്രൊഫൈൽ ചേഞ്ചിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ടൈപ്പിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ, അപ്പം അതൊക്കെ ആണെങ്കിൽ ഇവിടെ ഓണാക്കിയിടാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺസ്, പിന്നെ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ എന്താണ് സെറ്റിങ്സ് ഏതൊക്കെ സാറി ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണമെങ്കിൽ അതൊക്കെ ഇടാം ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ്റെ സ്ക്രോൾ എഫക്റ്റ്, അപ്പം ഏതാണ് നമുക്ക് സ്ക്രീൻ വേണ്ടതെന്നുള്ളത് നമുക്കപ്പം ഡിഫോൾട്ട് അത് ഏതെങ്കിലും ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ഹൈഡ് സ്ലൈഡ് വ്യൂ ഡ്രോയർ, അപ്പം സൈഡിലത്തെ ഡ്രോയർ ഹൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ഇടാം. പിന്നെ നമ്മുടെ ഫേക്ക് സ്റ്റാറ്റസ് വ്യൂ പുറത്താണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് ഇഷ്ടംപോലെ ഫേക്ക് വ്യൂസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഓണാക്കിടാം. പിന്നെ നമ്മുടെ എനേബിൾഡ് വീഡിയോ പ്ലെയർ, പിന്നെ നമ്മുടെ സ്റ്റോക്ക് മീഡിയ പ്രിവ്യൂ, സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, സെൻഡ് വീഡിയോ ഇൻ ഫുൾ റെസൊല്യൂഷൻ, സെൻഡ് ഓഡിയോ ലാർജർ ദാൻ 16 MB, ഡിസേബിൾഡ് ഇമേജ് ഷെയർ ലിമിറ്റ്, ഡോക്യുമെൻറ്റ് ഷെയർ ലിമിറ്റ്, പിന്നെ സ്റ്റാറ്റസ് 5 മിനിറ്റിന് കൂടുതൽ ഇടണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ മാനേജ് ഗാലറി, ഫോട്ടോ കോൺട്ര, അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീൻ നമുക്ക് നോക്കുകയാണെങ്കിൽ സെൻഡ് ഹിഡൻ മെസ്സേജ് ടൈറ്റിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്വിച്ച് ഡയറക്റ്റ് പോകണം, അല്ലെങ്കിൽ കംഫർട്ട് കോഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റിക്കർ, ന്യൂ അറ്റാച്ച്മെൻറ്റ് പിക്കർ, UI ഹൈഡ് ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ ഹൈഡ് ഐക്കൺ, നെക്സ്റ്റ് അഡ്മിൻ നെയിം, ഗ്രൂപ്പ് നെയിം ഐക്കൺ, മാനേജ് മെമ്പേഴ്സ്, ഓട്ടോ റെസ്പോണ്ടർ മെൻഷന്, എന്താണ് നമുക്ക് ഇവിടെ ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓട്ടോ റെസ്പോണ്ടർ ഇവിടെ സെറ്റാക്കി വെക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആരെയും മെൻഷൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അത് ബുക്കോളും കഴിച്ചു. പിന്നെ വാൾപേപ്പർ, കസ്റ്റം വാൾപേപ്പർ കൊടുക്കണമെങ്കിൽ, പിന്നെ പ്രൊഫൈൽ പിക്ക് വാൾപേപ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇൻകമിംഗ് കോളിൻ്റെ റിംഗ് ടൂണ്, സെൻഡ് മെസ്സേജ് റിംഗ് ടൂണ്, ഫോർവേഡ് ആസ് വോയിസ് നോട്ട്, ഫോർവേഡ് ചെയ്യുമ്പോൾ വോയിസ് നോട്ടായിട്ട് പോകണമെങ്കിൽ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഡ്ജറ്റ്, നമ്മുടെ നോർമൽ വിഡ്ജറ്റ് ഇവിടെ ആഡ് ആണ്. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്നാണ്, പക്ഷേ നമുക്ക് എന്താണ് അപ്ഡേറ്റ് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പം നമ്മളതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ വാട്സ്ആപ്പ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക, എന്നാലേ നിങ്ങൾക്ക് അപ്ഡേറ്റ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാറുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് എന്താണ് അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീൻ, അപ്പോൾ ലാഗൊന്നും ഇല്ല, എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. കോൺവെർസേഷൻ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ നമ്മുടെ സ്പാം സെൻറ്റർ അടിപൊളി സാധനം കൊടുത്തിട്ടുണ്ട്, പവർഫുള്ളാണ്. അപ്പം സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അപ്പം പിന്നെ നമ്മുടെ റീഡബിൾ മെസ്സേജ് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ മെസ്സേജ് ബബിൾ കിട്ടുന്നുണ്ട്, മോഡിഫൈ ആയിട്ട് കോപ്പി സെലക്ഷൻ, ട്രാൻസ്ലേറ്റ്, ചേഞ്ച് ട്രാൻസ്ലേറ്റ്, ലാംഗ്വേജ് ഇൻറ്ററാക്ഷൻ, ഡബിൾ ടാപ്പ് റിയാക്ഷൻ, ഡിക്രിപ്റ്റ്, എക്സ്ട്രാക്ട് URL, ഷെയർ, സ്റ്റാർട്ട് മെസ്സേജ്, പിന്നെ നോട്ടിഫൈ മെസ്സേജ്, റെഡ് മെസ്സേജിൻ്റെ ഇൻഫോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് വാൾപേപ്പർ ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ലൈവ് വാൾപേപ്പർ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വാൾപേപ്പർ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് വാട്സപ്പ് എടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ എന്താണ് ലൈവ് വാൾപേപ്പർ നമ്മളെല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതുവരെ കൊടുക്കാത്ത രീതിയിൽ നമ്മൾ എല്ലായിടത്തും വാൾപേപ്പർ കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ എന്താണ് ബോംബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാൾപേപ്പർ ഓഫാക്കിയിട്ടാണ് കഴിച്ചത്. പിന്നെ നമ്മുടെ ലൈക്കിൻ്റെ ചിഹ്നം നമുക്ക് എന്താണ് ജസ്റ്റ് ലൈക്കിൻ്റെ ചിഹ്നം പോകണമെങ്കിൽ ലൈക്കിൻ്റെ ചിഹ്നം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓക്കെ, പിന്നെ നമ്മുടെ എന്താണ് മെസ്സേജ് ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അത് ഓർക്കാൻ. പിന്നെ നമുക്ക് ബോംബായിട്ട് പോകണമെങ്കിൽ അതും പോകുന്നതായിരിക്കും ഗൈസ്. അപ്പം എന്താണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ കസ്റ്റമർ പ്രൈവസി കിട്ടുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഓപ്ഷൻ ഇവിടെ സെയിം വന്നേക്കുന്നതുകൊണ്ടാണ് അത് ടാപ്പ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം ആ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ എന്താണ് വോയിസ് ചേഞ്ചർ, നമുക്ക് നമ്മുടെ നോർമൽ വോയിസ് ചേഞ്ചർ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വോയിസ് നോട്ട് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പം ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വോയിസ് നോട്ട് അല്ലെങ്കിൽ ഇത് ഓഡിയോ ആയിട്ട് അയക്കാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ ഫയലിൽ സപ്പോർട്ട് അല്ലാത്ത വോയിസ് ഫോർമാറ്റ് ആയതുകൊണ്ട് അങ്ങനെ പറ്റാത്ത. പിന്നെ ബാക്കി ഓപ്ഷൻസ് നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റം പ്രൈവസി വേണമെങ്കിൽ കസ്റ്റം പ്രൈവസി, ഹൈഡ് ബ്ലൂ ടിക്ക്, ഹൈഡ് സെക്കൻഡ് ടിക്ക്, ഹൈഡ് ബ്ലൂ മൈക്രോഫോൺ, ഹൈഡ് ടൈപ്പിംഗ് റെക്കോർഡിങ്, ഹൈഡ് യു സ്റ്റാറ്റസ് ആൻഡ് ഡിലീറ്റ് മെസ്സേജ്, അപ്പം അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ. പിന്നെ നമ്മുടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ചെയ്തെങ്കിൽ വേണമെങ്കിൽ ആ സെറ്റാക്കി ഡൗൺലോഡ്. പിന്നെ നമ്മുടെ കോൺടാക്ട് ഓൺലൈൻ റോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മീഡിയ വിസിബിലിറ്റി, മ്യൂട്ട് നോട്ടിഫിക്കേഷൻ, കസ്റ്റം നോട്ടിഫിക്കേഷൻ, അപ്പം എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി വാട്സപ്പാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ, വാൾപേപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നൊരു നല്ല വാട്സപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പം എന്താണ് കഴിച്ച് നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ നമ്മുടെ സൈഡിൽ ജസ്റ്റ് കാണിക്കാൻ പറഞ്ഞുപോയി. അപ്പം ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സൈഡിലൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പം ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനിമേഷൻ എഫക്റ്റുകൾ നമുക്കിവിടെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഹോം സ്ക്രീനിൻ്റെ അകത്ത് ആനിംസ് വരണമെങ്കിൽ നമുക്ക് ഇത് ഓണാക്കി ടൈസ്. അപ്പം അത് ഓണാക്കിയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീനിലും നമുക്ക് ആനിംസ് വരുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ തന്നെ ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് തിരിച്ച് വെക്കുള്ളൂ. അപ്പം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ എന്താണ് ഇമോജീസൊക്കെ പക്ക വർക്കിംഗ് ആയിട്ട് എല്ലാം പക്ക വർക്കിംഗ് ആയിട്ട് അടിപൊളിയായിട്ട് കാണാം. അപ്പം പിന്നെ നമ്മുടെ എന്താണ് ഇൻസ്റ്റൻറ്റ് വോയിസ്, ഓഡിയോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആയിട്ടുള്ള വാട്സപ്പാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ലൈവ് വാൾപേപ്പർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി വാട്സപ്പാണ്. അപ്പം കേസ് എല്ലാവരും എടുത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പം എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം ഓക്കെ ഗൈസ്.